എന്ത് ചട്ടി പൊട്ടിയതാ ഇത് കണ്ട. നമസ്കാരം, OMKV കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു 10,000 കോഴീനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണേ. 10,000 കോഴി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും 10,000 കോഴിയാണ്. ശരിക്കും നമ്മൾ കാടേനെയാണ് കറി വെക്കാൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. കാടയെന്ന് പറയുമ്പോൾ അരക്കാടക്ക് 1000 കോഴിക്ക് അരക്കാട മതി എന്നാണ് പറയണം. അപ്പം നമ്മളിന്നൊരു 5 കാടേനെ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 കാടയെന്ന് പറയുമ്പോൾ 10,000 കോഴിക്ക് സമമായി. അപ്പോൾ നമ്മളിന്ന് ഒരു 10,000 കോഴിക്ക് സമമായ 5 കാടേനെയാണ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്യാം. ആരും ടൈറ്റിൽ കണ്ട് തെറ്റിദ്ധരിക്കരുത്, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സവാള അരിഞ്ഞ് മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. ആദ്യം നമ്മൾ കാട ഫ്രൈ ചെയ്യാനാണ് പോണത്. ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവനെ കറി വെക്കുന്നത്, റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു കുറച്ച് നമ്മുടെ ഗരം മസാല കുറച്ച്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. കുറച്ച് മല്ലിപ്പൊടി. ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ കാട ഒന്ന് പുരട്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകണം. കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ, ഉപ്പിടാൻ മറന്നു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഇതൊന്ന് പുരട്ടി എടുക്കുന്നുണ്ട്. നമ്മൾ അധികം മസാല എടുക്കാത്തത് ഫ്രൈ ചെയ്യുമ്പോൾ ഇത് അടിക്കൊക്കെ പിടിക്കും. നമ്മൾ ചീനച്ചട്ടി കൊണ്ടുവന്നിട്ടില്ല, നമ്മുടെ കറിച്ചട്ടിയിലിട്ടാണ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ അധികം മസാല എടുക്കാത്ത കാര്യം. അപ്പോൾ നമ്മുടെ കാട ഇവിടെ ഇരിപ്പുണ്ട്. 5 കാടയുണ്ട്. ഈ ചെറിയ കാടക്ക് ഒരുപാട് ഔഷധ ഗുണം ഉണ്ടെന്നാണ് പറയണത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ എല്ല് മുറുകാനും കുട്ടികൾക്കൊക്കെ വളരെ നല്ല ഒരു സാധനമാണ് ഈ കാട. ഈ എല്ല് മുറുകാൻ, പിന്നെ നമ്മുടെ വലിവ്, പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് കാട. അപ്പോൾ നമ്മൾ മാസത്തിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും ഇവനെ നമ്മൾ വാങ്ങി മസ്റ്റായിട്ട് കഴിച്ചിരിക്കണം. ഇനി ഇത് ഇങ്ങനെ പുരട്ടിയിട്ട് ശരിക്കും നമ്മളൊരു 1 മണിക്കൂറെങ്കിലും ഇവനെ വെക്കണം. ഇനി എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് പുരട്ടണം. സെപ്പറേറ്റ് എല്ലാ കാടേനെയും സെപ്പറേറ്റ് ഞാൻ ഒന്ന് ഗവനിച്ച് മിക്സ് ചെയ്ത് പുരട്ടിയിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന്, അപ്പോൾ ഇവനൊരു 1 മണിക്കൂർ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ അടുപ്പും കാര്യങ്ങളൊക്കെ കത്തിച്ചൊക്കെ റെഡിയാക്കാം. ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ കുറച്ച് നാരങ്ങ പിഴിയുന്നുണ്ട്. ശരിക്കും മസാല എടുത്തപ്പോൾ പിഴിയേണ്ടതായിരുന്നു, മറന്നുപോയി. അപ്പോൾ നാരങ്ങയും കൂടി കുറച്ച് ഒരു ചെറിയ ഫുൾ നാരങ്ങ കൂടി ഒന്ന് പിഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വറുക്കാനുള്ള എണ്ണ അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്. കറിച്ചട്ടിയിലായതുകൊണ്ട് അത്യാവശ്യം എണ്ണ വേണം. അപ്പോൾ എണ്ണ ചിലപ്പോൾ ഇനി ഒഴിക്കേണ്ടി വരും. നിങ്ങൾ വറുക്കുമ്പോൾ മറ്റേ ചട്ടിയിലോ പാനിലൊക്കെ വെച്ച് വറുത്തെടുത്താൽ മതി. അപ്പോൾ അത് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാട വറുക്കാൻ വേണ്ടി പോണേണ്. ശരിക്കും അതാണ്ട് ഒരു കുക്ക് ഒക്കെ ഈ ഒരു ഭാഗത്തിനുണ്ടാവും. സൗണ്ട് ഒന്നുമില്ല. എണ്ണ നിൽക്കുന്നുണ്ട്, പക്ഷെ സൗണ്ട് ഒന്നുമില്ല. ഒരെണ്ണം കൂടി ഇടാല്ലേ? വേണോ? അത് മതിയോ? അപ്പോൾ ഇതിനൊന്ന് മറിച്ച് ഇടുന്നതാണ്. കൊള്ളാം. അത്യാവശ്യം സംഭവം നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കാട അത്യാവശ്യം നല്ല രീതിയിൽ മുരിഞ്ഞിട്ടുണ്ട്. ഇവനെ നമ്മൾ മുരിച്ചങ്ങോട്ട് ഹാർഡാക്കി കളയരുത്. ഇതുണ്ട, ഇങ്ങനെ ആ ഒരു ഇതിൽ നിർത്തണം. ഒരു മുഴുവൻ അങ്ങോട്ട് മുരിച്ച് കളയരുത്. ഇവനെ ഇങ്ങനെ അങ്ങോട്ട് നിർത്തണം. കൊള്ളാം. ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ അങ്ങോട്ട് ഇടാം. ഇപ്പോൾ സൗണ്ട് ഒന്നുമില്ല. ഇപ്പോഴാണ് എണ്ണ ശരിക്കും ചൂടായത്.
ഇപ്പോൾ ഒരു കാട കുറഞ്ഞ കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമുണ്ട്. അയ്യടി. അപ്പോൾ ഏകദേശം ഈ ഭാഗം മൊരിഞ്ഞിട്ടുണ്ടാവും. അതെ, മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മറിച്ചിടുന്നതാണ്. ഓക്കെ, നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാട നല്ലോണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെയും കൂടി അങ്ങോട്ട് കോരി മാറ്റുന്നതാണ്. അപ്പോൾ ഇനി ഈ തീയിലും ഈ എണ്ണയിലും തന്നെ ഇട്ടിട്ടാണ് നമ്മൾ പിന്നെ ഇത് ചെയ്യാൻ പോകണം. എന്ത് ചെയ്യാൻ പോകണം? റോസ്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ സവാള ഇടുന്നുണ്ട്. ഉപ്പ് ഇടുന്നുണ്ട്. പച്ചമുളക്, അപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത്, അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇടണം. മുഴുവൻ വീണില്ല. കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് തക്കാളിയും കൂടി ഇടുന്നുണ്ട്. തക്കാളി ഒന്ന് നല്ലോണം ഉടച്ചെടുക്കണം. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഗരം മസാല. അപ്പോൾ നമ്മൾ കുറച്ച് പെരിഞ്ജീരകവും നമ്മുടെ കുരുമുളകില്ലേ, കുരുമുളകും കൂടി പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടി ചേർക്കണതാണ്. കുറച്ച് ഐസ്ക്രീം പോലത്തെ സാധനം, നമ്മുടെ തേങ്ങ അടിച്ചതാണ്. വീണല്ലോ. തേങ്ങ എന്ന് പറഞ്ഞാൽ നൈസ് കരിക്കറന്നട്ടാ. കരിക്കില്ലെങ്കിൽ തേങ്ങ തന്നെ എടുത്താൽ മതി. കരിക്ക് മിക്സിയിലടിച്ചെടുത്താൽ. അപ്പം ഇനി നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാട ഓരോന്നായിട്ട് അങ്ങോട്ട് ഇടണേണ്. മുങ്ങി കിടക്കട്ടെ കാട. കാട കുറച്ച് നേരം ഒന്ന് വിട്ടുപോയി. കാട കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ കിടന്നൊന്ന് വെന്താൽ മതി. നമുക്കെടുത്ത് കഴിക്കാം. അപ്പോൾ സംഭവം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ അങ്ങ് മൂടി വെക്കണേ വേണ്ട. അയ്യോ, അഡ്ജസ്റ്റ്മെൻറ്റിൽ വേണം വെക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധനം ഒന്ന് തുറന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഓക്കെ,
സംഭവം നല്ലോണം റെഡിയായി വരുന്നുണ്ട്. പതുക്കെ ഒന്ന് ഇളക്കി ഇതങ്ങോട്ട് യോജിപ്പിച്ചാൽ മതി. അപ്പം നമ്മുടെ കാട റോസ്റ്റ് ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം അടിക്ക് പിടിക്കുന്നതിന് മുമ്പ് നമ്മളങ്ങ് എടുക്കുന്നതാണ് സാധനം. അയ്യോ എന്ത് ചട്ടി പൊട്ടിയടാ. ഇത് കണ്ട ചാലി നൈസായിട്ട് കഴിഞ്ഞ ദിവസം ഇത് ഒന്ന് താഴ്ത്ത് വീണതായിരുന്നു. കറി താഴ്ത്തു പോയില്ലല്ലോ. കറി താഴ്ത്തു പോയില്ല, ചട്ടി പൊട്ടി. ഇത് കണ്ട ദൈവം ഇനി എന്ത് താഴത്തേക്ക് പോവോ? ഇല്ല. അപ്പോൾ ചട്ടിയൊക്കെ പൊട്ടിയ സ്ഥിതിക്ക് നമ്മൾ സാധനം മാറ്റണേണ്. ഇനി അടുത്ത പള്ളിപ്പെരുന്നാളാണ് ജനുവരിയിൽ അല്ലേ? ഇല്ല, ഒരു കൊല്ലം കറക്റ്റ് ആണെങ്കിൽ മുമ്പ് പൊട്ടിയല്ലോ. അടുത്ത പള്ളിപ്പെരുന്നാളിന് മേടിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കാട റോസ്റ്റ് എടുത്ത് മാറ്റാൻ വേണ്ടി പോണേ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ കാട റോസ്റ്റ് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റുന്നതാണ്. അതായത് നമ്മൾ സവാള, നമ്മുടെ തക്കാളി അതെല്ലാം നല്ലോണം ലയിപ്പിച്ചെടുത്ത് മസാലയുമായിട്ട് നല്ലോണം ലയിപ്പിച്ചെടുത്തതിനാണ്. അതാണ് കാട ഇങ്ങനെ ഇരിക്കുന്നത്, മസാല ഫുള്ള്. അല്ലാണ്ട് നമ്മൾ കുറേ തക്കാളി ഇങ്ങനെ വെച്ചിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഗ്രേവി, ഇതെല്ലാം കൂടി പുരട്ടി അടിക്കുമ്പോൾ എന്തായിരിക്കും ടേസ്റ്റ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ ഇനി ഞാനിതൊന്ന് പതുക്കെ പതുക്കെ കഴിച്ചു നോക്കാം. രണ്ടെണ്ണം എനിക്ക് വീട്ടിൽ കൊണ്ടുവന്നെ. ബാക്കി ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കാട റോസ്റ്റിൻ്റെ അകത്തോട്ട് കുറച്ച് കാടമുട്ട, ഞാൻ ഒരു 10 കാടമുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇടണേന്. കാണാനൊരു ഭംഗിയുണ്ടാവും, തിന്നാനൊരു ചെറിയ ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പം ഇനി കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കാടമുട്ട അതൊന്ന് നൈസായിട്ടൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ അതോടെ ഇത്തിരി പൊട്ടിയിട്ടുണ്ട്. ആ ഭാഗത്ത് ഞാൻ ഇത്തിരി മസാല ഇങ്ങനെ മുക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഈ സാധനം ഒന്ന് പയ്യെ കഴിച്ചു നോക്കട്ടെ. കാടയിറച്ചി പോലെ തന്നെ കാടമുട്ടയും ഹെവിയാണ്. കാര്യം ഇത് ശരിക്കും പുഴുങ്ങണതിനേക്കാളും നല്ലത് വാട്ടി കഴിക്കുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇത് കിട്ടും, ഇതിൻ്റെ ഗുണങ്ങൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി കാട ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ആ ഒരു ഫുൾ കാട ഉണ്ടല്ലോ, അപ്പോൾ അതിനെ തന്നെ പുറത്തേക്ക് എടുത്തിട്ട് കഴിച്ചു നോക്കാം. ഇവനെ ചെറുതായിട്ട് ഇളക്കിയൊക്കെ വന്നപ്പോൾ ഇങ്ങനെ നൈസായിട്ട് പൊടിഞ്ഞൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട ഫുള്ളായിട്ടിരിക്കുന്ന കാട. കൊള്ളാം. നല്ല ചൂടാണ്, ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇത് കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് കടിച്ച് തിന്ന് നോക്കട്ടെ. പൊന്നെ ഒന്നും പറയാനട്ടോ എൻ്റെ സാറേ. അടിപൊളി. ഒരു അടി കഴിച്ചോട്ടെ. അത് എൻ്റെ അകത്തെ നമ്മുടെ മസാലയും സാധനങ്ങളൊക്കെ എല്ലാം കൂടി സവാളയും എല്ലാം കൂടി അങ്ങോട്ട് പിടിച്ച് പേരുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇനി ഞാനിത് പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ കാട റോസ്റ്റ് ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. മാസത്തിൽ 2 പ്രാവശ്യം ഇങ്ങനെ കാട മേടിച്ച് വെറുതെ ഇങ്ങനെയൊക്കെ വറുത്ത് തിന്നും, ശരീരത്തിന് നല്ല. ഓക്കെ, പൊളിച്ച് ഞാൻ മാത്രം കഴിക്കാനുള്ള വല്ല പരാതി ഉണ്ടെങ്കിൽ കണ്ടോട്ടെ.